So, can you the government of Karnataka make a audit in Karnataka city regarding the this how many of them? So so the government. So because why did the here? Why only the poor? Why only the poor? Why only the poor? So do you have courage, the Siddaramaiah, to go bulldozer Raj with the illegal construction to the rich people? Do you have the courage? ബബ്ബ ഉണ്ട റഹീമെ ഉണ്ട അങ്ങനെ വരട്ടെ. എൻ്റെ ഈ കാണുന്ന ആൾക്കാരോട് ആദ്യമേ പറഞ്ഞാൽ ഈ വീഡിയോയിൽ വലിയ സുഖമുള്ള വർത്താനം ആയിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല എന്താ പറയുക അൺപാർലമെൻ്ററി വേർഡ്സ് വന്നു എന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യേണ്ട. അങ്ങനെയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ റഹീമും ജലീലും കൂടെ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് ഇവന്മാരുടെ വിചാരം മുസ്ലിങ്ങൾ മൊത്തത്തിൽ അട്ടിപ്പേറ അവകാശം ഇവൻ്റെ ഒക്കെ തന്തക്കോ അല്ലെങ്കിൽ ഇവനോ കൊടുത്തിട്ടുണ്ടെന്നുള്ള തോന്നലാണ് ഇവനൊക്കെ അവിടെ പോയിട്ട് ബബ്ബ പറഞ്ഞത്. സത്യമാണ് ഈ പറഞ്ഞ ആളുകൾ, ഒരുപാട് പാവപ്പെട്ട ആളുകൾ അവിടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ കൊടും തണുപ്പിൽ. കർണാടകയിലുള്ള ഒരാൾ എന്ന രീതിയിൽ എനിക്കറിയാം ഇവിടെ തണുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ തണുപ്പിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കേരളത്തിൽ എടുത്താ പൊങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മൊത്തത്തിൽ എടുത്താ പൊങ്ങാത്ത പ്രശ്നങ്ങൾ പോണതിൻ്റെ ഇടയ്ക്ക് കർണാടകയിലുള്ള ഈ ഒരു സംഭവം പിടിച്ചിട്ട് അവിടെ മതം കുത്തിക്കയറ്റി, മുസ്ലിമിനെ കുത്തിക്കയറ്റി, ദളിതനെ കുത്തിക്കയറ്റി ഇവന്മാർ കാണിച്ചിട്ടുള്ള ഈ മറ്റേ പച്ച പട്ടി ഷോ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പിണറായിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോയത്. അതിൻ്റെ ഇടയ്ക്ക് അണ്ണനും ഒരു മുള്ളൽ ഫേസ്ബുക്കിൽ കൂടെ. നാണമുണ്ടോടാ നിനക്കൊക്കെ? നാണമുണ്ടോ? പിണറായിട്ട പോസ്റ്റ് നമ്മളിന്ന് കണ്ടിരുന്നു അല്ലേ? വയനാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ 100-400 കുടുംബങ്ങൾ എന്തുണ്ടായത്, ഉരുൾപൊട്ടിയിട്ട് അവിടെ വീടും കുടിയും നഷ്ടപ്പെട്ട് പുറത്തു പോയ ആൾക്കാരെ ഇന്ന ദിവസം കൊണ്ട് അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് കണ്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടും അല്ലാത്ത ഫണ്ടും പാർട്ടിക്കാരുടെ ഫണ്ടും സകല ആളുകളുടെയും മുഴുവൻ ആളുകളുടെയും ഫണ്ട് കിട്ടിയിട്ട് എന്തായി അവിടുത്തെ ആൾക്കാർ? എത്ര ആൾക്കാരെ നിങ്ങൾ മാറ്റി പാർപ്പിച്ചു? എത്ര ആൾക്കാർക്ക് നിങ്ങൾ വീടുകൾ കൊടുത്തു? പണി ഇന്ന് കഴിയും നാളെ കഴിയും. ടൗൺ ഷിപ്പ് അവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഷിപ്പ് പോയിട്ട് ഷിപ്പിൻ്റെ ഒരു പങ്കായെങ്കിലും നീയൊക്കെ ഉണ്ടാക്കി വരികയ്ക്ക് അവിടെ. എന്നിട്ടാണ് അവിടെ പോയിട്ട് കൊണ ഉണയ്ക്കാൻ പോകുന്നത്. അതിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ അവിടെ കയറിയിട്ട് ഈ മുസ്ലിം പ്രീണനും അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിട്ട് നീയെ കാണിച്ച ഷോ ഉണ്ടല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊട്ടി പാളീസായിട്ട് പിണറായിൻ്റെ ഒന്നും തല ഇതുവരെ പൊങ്ങിയിട്ടില്ല. ആ പൊങ്ങാത്ത തലയുടെ കനം ഒന്ന് തള്ളിക്കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് പോയിക്കുക ജലീല്, അതിൻ്റെ അപ്പുറത്ത് ഡബിളെ റഹീം. ജലീലെ എത്ര സ്ഥലങ്ങളിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ പറഞ്ഞ മൊത്തം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ, അതായത് അനധികൃതമായ സ്ഥലത്ത് വന്നിട്ട് വീട് വെച്ചതിനല്ല, ബീഫ് കയ്യിൽ വെച്ചതിന്, അതല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ ചെല്ലിയതിന്, അതല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിക്കാത്തതിന്. ഇനി അതല്ല, അവിടെ പണ്ടെങ്ങാനും ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പള്ളിയെന്നും പറഞ്ഞാൽ അത് പൊളിച്ചിട്ടാഞ്ഞു. ഇങ്ങനെ ചെയ്ത ആളുകളുടെ വീടും നാടും കുടിലും ആളുകളുടെ ജീവൻ വരെ ബുൾഡോസർ വെച്ച് കയറ്റി നശിപ്പിച്ചിട്ടുള്ള യോഗിനെ പോലത്തെ, അല്ലെങ്കിൽ ഹരിയാനയിലെ പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിലും, ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ വലിയ അനീതി മുസ്ലിങ്ങൾക്കെതിരെ നടന്നപ്പോൾ നിന്റെ അണ്ണാക്കിലെ അന്തം പിരിവെട്ടിപ്പോയോ? അതല്ല, അന്ന് പോൻ്റെ വീട്ടിലെ മോനെ തൊട്ടില ഊഞ്ഞാലാട്ടാൻ പോയി. അത് ഭയങ്കര രസമായിട്ട് അത് വീഡിയോ എടുത്തിട്ടു. അന്ന് എന്തേ നിന്റെ ഒന്നും തൊള്ളതിരെ പൊന്തിയില്ലേ? ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെ യുപിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ അട്ടിപ്പേറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ വയനാട് അല്ല ഈ പറഞ്ഞ സ്ഥലത്ത് വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിന്റെ സർക്കാർ ഇപ്പോഴും കൊടുക്കാതെ കടം എഴുതി തള്ളാത്ത സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞ ഒരു കാര്യങ്ങളും മാസം കൊടുക്കാണ്ട് നിങ്ങൾ അവിടെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരെ നിന്റെ കണ്ണിലൊന്നും പെട്ടില്ലേ? റഹീം അവിടെ പോയി എടാ ആദ്യം ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിൽ ഇമ്മാതിരി ചാനലുകൾക്ക് വർത്തമാനം പറയാൻ കൊടുക്കരുത്. മോന്ത കാണിച്ച് അവിടെ വന്നിട്ട് ബബ്ബ പറഞ്ഞല്ലോ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കർണാടകക്കാരാണ്, അതിൽ ബാംഗ്ലൂരിൻ്റെ അടുത്താണ്, യലഹങ്ക എന്ന് ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും വിവരമുണ്ട്. അതല്ലാണ്ട് ഇവിടെ നിന്ന് ജയ് ജയ് വിളിച്ചിട്ട് പിണറായിക്ക് 4 സ്തുതി പാടുന്ന പരിപാടിയല്ല. അറ്റ്ലീസ്റ്റ് രാജ്യസഭ MP എന്നുള്ളൊരു പേരിൽ ഒരു ഇച്ചിരി കോണം കാണിച്ചൂടെ? ഏതായാലും ജനങ്ങളാൽ തെരഞ്ഞെടുപ്പ് നീ എവിടെ എത്തിയിട്ടില്ല. ആകെ രാജ്യസഭ MP മാത്രം. അപ്പം ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ, പറയാൻ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാണ്ടിരുന്നൂടെ? ഇത് കണ്ടപ്പോൾ ശരിക്കും മലയാളികളുടെ ഒരു അവസ്ഥ അങ്ങോട്ട് മനസ്സിലായിപ്പോയി. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പ്രതിഷേധിച്ച് ഒരു കുഴപ്പമില്ല. ജലീലും റഹീമും നമ്മുടെ പിണും ഒക്കെ പ്രതിഷേധിക്കട്ടെ, പ്രതിഷേധിക്കുന്നതിനല്ല കുഴപ്പം. പ്രതിഷേധിക്കുമ്പോണ്ടല്ലോ അത് ഈ പറഞ്ഞ കർണാടകയിലുള്ള ഈ പറഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ വന്നതുകൊണ്ട് അവിടെ മുസ്ലിങ്ങളെ പേരും കുത്തിക്കയറ്റി ഇമാതിരി ചെറ്റ വർഗീയവാദം അവിടെ പോയി പറയാൻ നിൽക്കരുത്. അങ്ങനെ നീയൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ഓരോ ദിവസവും 10 എണ്ണങ്ങത്തെ നടക്കുന്നുണ്ട്. പ്രതികരിക്കുക. അപ്പം നിന്റെ കണ്ടി മുള്ളു അല്ലെങ്കിൽ പിടുകാമണി വറയ്ക്കും നിനക്കൊക്കെ.
നീ യോഗി അല്ലെങ്കിൽ യോഗി ചെയ്ത ഏതെങ്കിലും ഒരു കേസ് നീ ഉത്തർപ്രദേശിൽ പോയിട്ട് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് എത്രയോ അവിടെ ദിവസം മുസ്ലിങ്ങളെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബുൾഡോസർ വെച്ചിട്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എവിടെ ഇവിടുത്തെ CM, എവിടെ യോഗി, എവിടെ BJP സർക്കാർ, എവിടെ ഇവിടുത്തെ മന്ത്രിമാരെന്ന് പറയൂടാ നീയൊക്കെ റഹീമെ? നിന്റെ പിടുങ്ങാമണി ഞാൻ വിറച്ചോണ്ടിരിക്കും. നീ അവിടെ കിടന്ന് മുള്ളി അപ്പി വരെ ഇട്ടു. പേടിയാണ് നീയൊന്നും ചിലയ്ക്കൂല. അവിടെ പോയിട്ട് ഇപ്പൊ ഈ സ്ഥലത്ത് ബാംഗ്ലൂർ വന്ന് നീ ചിലച്ചു കഴിഞ്ഞാലും ആൾക്കാർ നിന്നെ പിടിച്ച് താങ്ങൂല എന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നീ അവിടെ പോയിട്ട് പിണറായിന്റെ കത്തും പിടിച്ചിട്ട് ദൂതനായിട്ട് ഹംസം കളി കളിച്ചത്. അവിടെ പോയിട്ട് അത് തന്നെയാണ് ജലീലും കളിച്ചത്. ഈ ജലീലും ഈ പറഞ്ഞ ഒരു സ്ഥലത്തും ഒരു UP ഒരു കൂപ്പിയിലും പോയിട്ട് വിറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനെ കിട്ടിങ്ങനെ വിറയ്ക്കും. അവൻ അവിടെ പോയിട്ട് വേണം കുട്ടിക്ക് തൊട്ടിലാട്ടി കൊടുക്കും. അതിനെ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഏതായാലും ഇനി നമുക്ക് സംഭവത്തിലോട്ട് വരാം അല്ലേ. നമ്മളെല്ലാവരും കണ്ടിരുന്നു ഈ പറഞ്ഞ ഏലങ്കയിൽ നടന്നിട്ടുള്ള, അതായത് രണ്ട് സ്ട്രീറ്റ് അല്ലെങ്കിൽ ചേരി എന്താ പറയുക അവിടുത്തെ ഗവൺമെൻറ് പൊളിച്ചു മാറ്റിയതിനൊക്കെ പറ്റി നമ്മൾ കണ്ടു, ന്യൂസ് കണ്ടു. അതായത് അനധികൃതമായിട്ട് വെച്ച സ്ഥലമാണ്. എത്രയോ കാലങ്ങളായിട്ട് ഗവൺമെൻറ് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ ഒഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം അവർ ചെയ്യേണ്ട രീതികളും സ്ഥിതികളും ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് വേറെ രീതിയിൽ തന്നെ ആവണമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ രാഷ്ട്രീയം കളിച്ച്, ഈ പന്ന ചെറ്റ വർഗീയ രാഷ്ട്രീയം കളിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണുവണ്ടീൻ്റെ വണ്ടി താങ്ങി നടന്ന ഈ രണ്ട് ചെറ്റകളുണ്ടല്ലോ, അവിടെ പോയി കാണിച്ച ചെറ്റത്തരത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടു കാണും നമ്മുടെ പിണുവണ്ടിയിട്ട ആ ഒരു എന്താ പറയുക ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ മുസ്ലിം ജനത വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫക്കീർ കോളനിയും വസീം ലേഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേയറ്റം നെട്ടലും വേദനയുണ്ടാക്കി. വേദന കൊണ്ട് പൊളഞ്ഞു കാണും. പിണറായി ചിലപ്പം നാളെ തന്നെ ടൂർ അടിക്കും, ഒന്ന് അമേരിക്കയിൽ പോയി വരാം. കർണാടകയിലെ മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനൊന്ന് അമേരിക്കയിൽ പോയി വരാം, പോയി ഓടിക്കാനുള്ള മനുഷ്യനാണ്. ഉത്തരേന്ത്യയിൽ സംഘപരിവാരം നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ നടന്നത്. എന്നിട്ട് എന്തേ ഡെയിലി നീ പോസ്റ്റ് ഇടേണ്ടി വരുമല്ലോ എങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിലും ബാക്കിയുള്ള നടക്കാൻ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് എൻ്റെ കൈ പറയ്ക്കോ, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ PR ടീമിന് കൊണയ്ക്കാൻ പറ്റിയില്ല ഇതുവരെ. അതെങ്ങനെ നമ്മളെ ഇടയിലുള്ള CJP ബന്ധം തകരുമല്ലോ അല്ലേ? അപ്പം നമ്മൾ മിണ്ടില്ല, അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെ വല്ലതും കാണുമ്പോൾ കൊണടിക്കാൻ കൊണ്ട് വരും. അതാണ് ഇവിടെ ഉണ്ടായത്. കൊടും തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലേക്ക് ഇറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ രീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ ഇതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യമാണ്. എൻ്റെ പൊന്നെ, നീയൊക്കെ ഒന്ന് കൊണക്കി യോഗിക്കെതിരെയും അതല്ലെങ്കിൽ ആസാമിലെ ഹിമന്ത് ബിശ്വാസക്കെതിരെയും അല്ലെങ്കിൽ ഇവരൊക്കെ കാണിക്കുന്ന ഛത്തീസ്ഗഡില് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്കെതിരെ നീ ഇതുപോലെ നല്ല പോസ്റ്റ് ഇട്. എന്നിട്ട് നമുക്ക് നോക്കല്ലേ യോഗി കാണിക്കുന്നത് എന്താണ്, യോഗി അതാണ്. ഇല്ല, ചെയ്യില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ തൂങ്ങും. അച്ഛനും മോളും മരുമോനും മോനും സകലെണ്ണും ഈടി പൊക്കിയിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് വാതുറക്കില്ലവനൊന്നും ഒരൊറ്റൊന്നും ഒരു കുന്ത് എഴുതാൻ പോകുന്നില്ല. ആ പോസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. അതിന് ചൂട്ട് അല്ലെ കൊട പിടിക്കാനായിരുന്നു ജലീൽ അങ്ങോട്ട് വെച്ച ദിവസം തന്നെ കെട്ടിവെച്ചത്. അത് കണ്ടിരുന്ന നിങ്ങൾ ജലീൽ അവിടെ പോയിട്ട് വലിയ കൊണ്ടടിച്ചാൽ പോകുന്നത്. വലിയൊരു മനുഷ്യത്വരഹിതമായ കാര്യം. പുലർച്ചെ വന്ന് ഇത്രയും വീടുകൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിച്ചു നിർത്തുകയാണ്. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ബുൾഡോസർ രാജിന് സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നിരിക്കുന്നത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ആ സ്നേഹത്തിന്റെ കടയാണ് ഇതിലൂടെ പൂട്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മെജോറിറ്റി ആളുകൾ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവർ ഖവാലിയൊക്കെ പാടി ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ആളുകളാണ്. ആ ആളുകളെയാണ് നിഷ്കരണം ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നത്. ഇവർ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത്? എങ്ങനെയാണ് ഇവർക്ക് വോട്ടർ കണക്ഷൻ കിട്ടിയത്? എങ്ങനെയാണ് ഇവർക്ക് റേഷൻ കാർഡ് കിട്ടിയത്? എങ്ങനെയാണ് ഇവർക്ക് ആധാർ കാർഡ് കിട്ടിയത്? ഈ അഡ്രസ് മുസ്ലിങ്ങളുടെ പേര് നിനക്ക് ആരുടെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം കൊടുക്കുന്നത്? കാവാലി വാടി അവിടെ ജീവിക്കുന്ന ആൾക്കാർ, ഇത്രയും കാലം ഈ പറഞ്ഞ ആൾക്കാർ കാവാലി വാടി ജീവിച്ചിട്ട് നീയൊക്കെ വല്ല കൊണച്ചോ അവിടെ പോയിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരും. നിനക്കൊക്കെ വല്ല ചെറു വരലാനക്കാൻ പറ്റില്ല. എന്തെങ്കിലും പറ്റിയോ നിനക്കൊക്കെ? അവിടെ നീ സ്നേഹത്തിൻ്റെയും മറ്റേൻ്റെയും മറിച്ചിൻ്റെയും വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ. നീയൊക്കെ ഇതേ ഡയലോഗ് ഇതേ പറഞ്ഞ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് വൈദ്യുതും മറ്റതും മറച്ചതും ജലമൊക്കെ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് മറ്റ് സംഘപരിവാരം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ നിന്റെ ഒന്നും പിടുങ്ങ് വിറയ്ക്കുന്നില്ല ആ സമയത്ത്? പിടുങ്ങ് പൊന്തുന്നില്ലേ? നിനക്കൊന്ന് സംസാരിക്കാൻ നിന്റെ നാവ് പൊന്തുന്നില്ല ആ സമയത്ത്? നീ ഇവിടെ കാണിച്ചിട്ട് ഈ ചത്ത രാഷ്ട്രീയ കളി ഉണ്ടല്ലോ, ഈ മതം പിടിച്ചിട്ടുള്ള ചത്ത രാഷ്ട്രീയ കളി, ആ ചെറ്റത്തരം നിങ്ങളെ കൊണ്ട് നടക്കില്ല മക്കളെ. 2026 തെരഞ്ഞെടുപ്പിൽ നീയൊക്കെ പറഞ്ഞ അണ്ടി കളിച്ചിട്ടും കാര്യമില്ല. നിനക്കൊന്നും ഒരു തേങ്ങ കിട്ടാൻ പോകുന്നില്ല. നിന്റെ പിണറായി അങ്ങ് ഇരിക്കും വീട്ടിൽ, പിണറായിൻ്റെ മരവും വീട്ടിലിരിക്കും. പിണറായിൻ്റെ മോനും എഴുതി കൊടുത്തതിൻ്റെ കണക്ക് ഓരോന്നായിട്ട് പുറത്തോട്ട് വരും. നീ കയറ്റിയിട്ടില്ല, നീ ആൾക്കാരെ നിന്റെ കുടുംബക്കാരെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവിടെ ഇവിടെ കയറ്റിയിട്ടുള്ള സകല കണക്കും പുറത്തോട്ട് വരും. അതിനെ നീയൊക്കെ എന്തൊക്കെ അണ്ടി പറഞ്ഞു നിന്നിട്ടും കാര്യമില്ല മക്കളെ.
നീയൊക്കെ അടുത്ത പ്രാവശ്യം ജയിച്ചു വരാൻ പോകുന്നില്ല. അത് നിൻ്റെയൊക്കെ വെറുതും അതിൻ്റെ ഇടയിൽ ഏതായാലും തോറ്റ അമ്പിയതിൻ്റെ അവസ്ഥ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ തീർക്കാനൊക്കെയാണ് നീ അങ്ങോട്ട് പോയതെങ്കിൽ നിനക്കൊക്കെ വെറുതെ തോന്നുകയാണ്. നിന്നെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടും. നീ ഒന്നും കൂട്ടിയാൽ കൂടൂല മോനെ, ഇനി കൂട്ടിയാൽ കൂടൂല. നിൻ്റെയൊക്കെ ചെറ്റത്തരങ്ങൾ, നിൻ്റെ സകല പാർട്ടിയുടെ പരിപാടികളും പുറത്ത് ചാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഇത്രയും വോട്ടിന് ജയിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾ മാത്രമല്ല, BJPയുടെ വോട്ടിൻ്റെ ശതമാനം വരെ കുറച്ച് അതും കൂടെ കോൺഗ്രസിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇനി നിനക്കൊക്കെ നിന്റെ ഇരട്ട ചങ്കനായിട്ടുള്ള പെരട്ട ചങ്കനടക്കമുള്ള മറുപടി ഇന്നലെ വ്യക്തമായി DK ശിവകുമാർ തന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ ഇതായിരുന്ന ഒരു വീഡിയോ, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞുതരാം. പൊതുഭൂമിയും പൊതു സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി നിയമം അനുസരിച്ച് കർശനമായിട്ട് യഹങ്കയിലെ കൊഗിലു ഗ്രാമത്തിലെ ക്ലിയറൻസ് ഡ്രൈവ് നടത്തിയിട്ടുണ്ട്. BBMPക്ക് അനുവദിച്ചിട്ടുള്ള സർവേ നമ്പർ 99 ഗവൺമെന്റ് ഗോമാല ഭൂമിയിലെ ഏകദേശം 15 ഏക്കർ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഉപയോഗിക്കുന്ന ക്വാറി സ്ഥലമായിട്ടുണ്ട്. ഇത് മനുഷ്യവാസത്തിന് അങ്ങേയറ്റം സുരക്ഷിതമല്ല. ഈ മാലിന്യ കൂമ്പാരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന അനധികൃത AC ഷീറ്റ് വീടുകൾ 20/12/25 നീക്കം ചെയ്തു. പുനരധിവാസ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ സർക്കാർ പദ്ധതികളുടെ കീഴിൽ കുടിയിരിക്കപ്പെട്ടിട്ടുള്ള യോഗ്യരായ കുടുംബങ്ങളെ ഭവന നിർമ്മാണത്തിനായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവൻ നിയമവിരുദ്ധമായി കൈകയറ്റം തടയുകയും ജീവൻ സംരക്ഷിക്കുകയും നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. സമത്വം, നീതി, മനുഷ്യത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കർണാടകയിലെ സർക്കാർ ഭരണഘടനയ്ക്കുള്ളിൽ ഉറച്ചു നിൽക്കുന്നത്. എല്ലാ ജനതയ്ക്കും സമാധാനത്തിൻ്റെ ഈ ഉദ്യാനം എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, ഭരണത്തിലെ ഞങ്ങളുടെ മാർഗനിർദ്ദേശ തത്വമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ വസ്തുതകൾ ദയവായി പരിഗണിക്കുമെന്ന് ഞാൻ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇതാണ് DK ശിവകുമാർ ഇന്നലെ പിണറായിനോട് ഈ സകല പറി വാണങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ക്യാപ്സ്യൂളും മിണിങ്ങി ഓടിച്ചെന്ന് അവിടെ കിടന്ന് ബബ്ബ പറയുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഏതാണെങ്കിലും ഈ സിദ്ധരാമയ്യയുടെ തീരുമാനം ഇത്തരത്തിൽ ഒരാളെ പുറത്തോട്ട് വിടുക എന്നുള്ളതിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി അത് മാത്രമല്ല, ഇന്ന് ഈ പറഞ്ഞ കുടുംബങ്ങളെ മൊത്തം പുനരധിവസിക്കാനുള്ള കംപ്ലീറ്റ് പ്ലാനിങ്ങും കൺഫർമേഷനും ഇന്ന് സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ദിവസം 2 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പരിപാടി ചെയ്ത് കാണിച്ചും കൂടെ തന്നിട്ടുണ്ട് ഈ പറഞ്ഞ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കഴിഞ്ഞ 1.5-2 വർഷത്തിൻ്റെ അടുത്തായിട്ട് വയനാട്ടിൽ നിന്ന് പുനരധിവസിക്കാൻ കഴിയാതെ ഒരു 100-400 കുടുംബങ്ങൾ ഇപ്പോഴും തേരാപ്പാര കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയല്ല വീടും കുടുംബങ്ങളും കൂട്ടരും ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ അലഞ്ഞുതിരി നടപ്പുണ്ട്. എന്തേ പിണറായി, എന്തേ ജലീലെ, എന്തേ റഹീമെ, നിൻ്റെയൊക്കെ വായിലെ നാവ് വേറെ വല്ലയിടത്തും കൊണ്ടിട്ടിട്ടാണോ ഒന്നൊന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം നാട്ടിലെ ഈ ആളുകളെ നിനക്കൊന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ മറ്റോടത്ത് പോയിട്ട് മുസ്ലിമിൻ്റെ പേരും ദളിതൻ്റെ പേരും പറഞ്ഞ് നീയൊക്കെ കാണിക്കുന്ന ഈ ചെറ്റ പച്ച പട്ടി രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊക്കെ നിന്റെ അണ്ണാക്കിലേക്ക് തന്നെ അല്ലെങ്കിൽ നിന്റെ ആസനത്തിനെ തിരിഞ്ഞു കുത്തുന്ന കാലം ഒരു 4-5 മാസത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ശരി എന്നാൽ.